ഫഖാല ഇഅ്തമറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഉംറ ചെയ്തു. ഫഹലഖ റഅസഹു, മുടി കളഞ്ഞു. ഫബ്തദറ അന്നാസു ബിശഅറഹു, ജനങ്ങളിങ്ങനെ ആ മുടിക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്നുണ്ട്. ഫസബഖ്തുഹും ഇലാ നാസിയതിഹി, അപ്പൊ ആ മൂർധാവിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയ മുടിക്ക് ഞാൻ മുൻകളന്നു. തിരക്കിയിട്ട് ഒരു ഭാരിൽ ഞാൻ വാരി ആ മൂർധാവുള്ള മുടിയൊക്കെ എനിക്ക് കിട്ടി. മൂർധാവ് മുഴുവനും നിറഞ്ഞു കിടക്കുന്ന മുടിക്ക് എത്ര എണ്ണം ഉണ്ടാവും പറ. അത് തീർത്തും ഭാര്യയും കെടുത്തുകാര് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ഇന്നലെ 2 കെട്ടിട്ട് എന്നിട്ടാ പേടിപ്പിക്കുന്നത് ഞങ്ങളെ. അത് 2 കെട്ടായിക്കൂടെ, 3 കെട്ടായിക്കൂടെ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഹുദൈബിയ സന്ധി അവിടെ പോയിരുന്നപ്പോ അവിടുന്ന് മുടി കളഞ്ഞു. മുടി അമ്മാർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? മുടി കളഞ്ഞിട്ട് അല്ലാഹു റസൂൽ സ്ഥലത്ത് വെച്ചു. അങ്ങനെ തന്നെ പോയിട്ട് ഒരൊറ്റ ബാരലിക്ക് ഭാര്യതാ. എത്ര കെട്ടുണ്ടാവും അത്? നിങ്ങൾ ഇത്തരം വിഷയം കൈകാര്യം ചെയ്ത് സമസ്തന്റെ പേരും പറഞ്ഞിട്ടു. സമസ്ത വലിയ പണ്ഡിത സംഘടനയാ, അത് വലിയൊരു വിഷയാ, അതിനാർക്കും തർക്കമില്ല ഇവിടെ. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളടുത്ത് സമസ്തയില്ല കേട്ടോ. റാണീനെയും പിടിച്ച് നമ്മളിങ്ങ് പോകുന്നതിന് അതാ ഉള്ളാളം നിങ്ങള്. അപ്പം തങ്ങളതാണോ അല്ലേന്ന് ഉറക്കണം. അത് ഉറക്കണവരെ അതിന് നമ്മൾ അംഗീകരിക്കൂല. അപ്പൊ ഇനി എന്ത് സെനത് അയാളെ കൊണ്ടുവന്നിട്ട് യാതൊരു ഫലവുമില്ല കേട്ടോ. സെനത് കൊണ്ടുപോയിട്ട് ഒരു ഫലവുമില്ല. നേരത്തെ ആളതേ പറഞ്ഞ സെനത് വായിച്ച അസൂയൊക്കെ പോകൂലേ? അസൂയ അങ്ങനെ പോകുന്ന സാധനമല്ല, അത് അല്ലാഹ് ഖൽബിന്ന് നീക്കി തരണോ കേട്ടോ. സെനത് വായിച്ചാൽ അസൂയ പോവില്ല. ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞ് നിങ്ങള് ഒരു ലെവലും ഇല്ലാണ്ട് ഫത്വ കൊടുക്കാണ്. ശംസിയക്കാര് ഇസ്ലാം എന്ന് വർത്താതെ ഒരു ഫത്വ കൊടുത്തു പിൻവലിച്ചത്. ഷംസിയ സമസ്തക്കാരെ വിശ്വസിക്കാൻ പറ്റൂല. ഷംസിയ ത്വരീഖത്ത് കാഫറാണ് സമസ്ത തീരുമാനിച്ചു, പിന്നെ സമസ്ത പിൻവലിച്ചു. പിന്നെ എങ്ങനെ അവർ വിശ്വസിക്കാം? നോക്ക് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞു തീരുമാനിച്ചു. പണ്ടെടുത്ത പോലെ പോണ്ട. കാരണം ശംസിയ ത്വരീഖത്തുകാർ കാഫറാണ് നിങ്ങൾ ഫത്വ കൊടുത്ത്. നിങ്ങളെ സമസ്ത കുറെ കൊല്ലം കഴിഞ്ഞപ്പോ സമസ്ത ഫത്വ പിൻവലിച്ചിരിക്കുന്നു എന്ന് പേപ്പറിൽ ഒരു കൂട്ടരെ കാഫറാക്കി, എന്നിട്ടത് പിൻവലിച്ചു. ഇങ്ങനത്തെ ഒരു ഗതികേട് സമസ്തക്കില്ല. ഇങ്ങനത്തെ ഒരു ഗതികേട് അവരെ സമസ്തക്കില്ല എന്നാ പറയണത്. അതായത് ഷംസിയ ത്വരീഖത്ത് കാഫറാണ് നമ്മളെ സമസ്ത ഫത്വ കൊടുത്തു, എന്നിട്ട് സമസ്ത പിൻവലിച്ചു. പടച്ചോനെ, ഇങ്ങനെ കള്ളത്തരം സമസ്തന്റെ മിൻസ് രേഖപ്പെടുത്തപ്പെട്ട കാര്യല്ലേ? ബാക്കി കടവുകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു വിചാരിക്കുക. ഇത് റെക്കോർഡുള്ളതല്ല. ഞാനിത് കേട്ടിട്ട് ഞാൻ ഉടനെ ചെറുശുരസ്ഥാനെ വിളിച്ചു. ചെറുശുരസ്ഥ അങ്ങനെ അല്ലെങ്കിൽ മിൻസൊന്നും നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചേളാരിയുമായി ബന്ധപ്പെട്ടു. ഇതാ കൃത്യമായി മിനിറ്റ്സ് എഴുതി വെച്ചിരിക്കുന്നു. 8/8/85 ഷംസുലമനെ ഈ ത്വരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്ത ഷംസിയ ത്വരീഖത്തിനെ കുറിച്ച് മിനിറ്റ്സുള്ള വാക്ക് കേൾക്കണോ? ആൻഡ്രോത്ത് ദ്വീപുകാരനായ പൂക്കോയത്തങ്ങൾ എന്നയാൾ പ്രചരിപ്പിച്ചു വരുന്ന ഷംസിയ ത്വരീഖത്തിനെ കുറിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച കത്തുകൾ വായിക്കുകയും പ്രസ്തുത ത്വരീഖത്ത് തെറ്റായതും വഴി പിഴച്ചതും ആകയാൽ മുസ്ലിങ്ങൾ അതുമായി ബന്ധപ്പെടാനോ സഹകരിക്കാനോ പാടില്ലെന്നും തീരുമാനിച്ചു. എന്നാ ഞാൻ പറയട്ടെ, സൈനുദ്ദീൻ മൗലവി എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനാരെയാ വിളിക്കണ്ടെന്നറിയോ? ആ ഫത്വ പോയത് ചേളാരി എന്നല്ല, നിങ്ങളെ സമസ്തന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാ ഫത്വ കൊടുത്തത്. അവിടെയാ വിളിക്കണ്ടേ. അത് ശരി, നല്ല കോളായി. ദുബായി പോയ ഒരാളെ ഖത്തറിലാ വിളിക്കുന്നത്. എന്റെ പേരോട് കളു പറഞ്ഞോ? എന്നാ കാണണം നിങ്ങൾക്ക്. ഇതെന്താ പത്രോ? ഉത്തരദേശം. ഞാൻ കളു പറഞ്ഞല്ലേ? ഉത്തരദേശം 2000 ജൂൺ 19 തിങ്കൾ 6 വർഷത്തിന് ശേഷം ഫത്വ പിൻവലിച്ചു. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ജമാഅത്തിലെ ഒരു വിഭാഗത്തിനെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി പുറപ്പെടുവിച്ച ഫത്വ 6 വർഷത്തിനു ശേഷം പിൻവലിച്ചു. ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലവിലുണ്ടായിരുന്ന കേസ് ഒത്തുതീർപ്പിലെത്തി. 94 ഡിസംബർ 21 ഫസൽ പൂക്കോയ തങ്ങൾ PP ഖലീൽ എന്നിവർ നേതൃത്വം നൽകിയ തരീഖത്ത് പിന്തുടരുന്നതിന്റെ പേരിൽ ജമാഅത്തിന്റെ പരിധിയിലെ ചിലർക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചത്. നടപടിക്കെതിരെ സമസ്ത ജില്ലാ പ്രസിഡന്റ് CM അബ്ദുള്ള, ശേഷം 4-ാം പേജിൽ അബ്ദുള്ള മൗലവി, മൊഗ്രാൽ പുത്തൂർ ജമാഅത്ത് പ്രസിഡന്റായിരുന്ന P കുഞ്ഞിമാഹിൻകുട്ടി തുടങ്ങിയവരെ എതിർകക്ഷികളാക്കി മൊഗ്രാൽ പുത്തൂരിലെ PB അബ്ദുറഹ്മാൻ കാസർഗോഡ് CJM കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് KS അബ്ദുള്ള, KC മാഹിൻ, KPK തങ്ങൾ എന്നിവരുടെ സാന്നിധ്യം